സാഹിത്യകാരി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ സുഗത സൂക്ഷ്മവനം പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്രമന്ത്രി എൽ മുരുകൻ വിദ്യാലയങ്ങളിലെത്തി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പദ്ധതിയെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. വിവിധ പരിപാടികളിലായി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും പങ്കെടുത്തു. പ്രകൃതി സ്നേഹിയും സാഹിത്യകാരിയുമായ സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊല്ലം ജില്ലയിൽ സുഗത സൂക്ഷ്മവനം പദ്ധതിക്ക് തുടക്കമിട്ടത്. വള്ളിക്കാവ് അമൃതപുരി ക്യാമ്പസിലും പാരിപ്പള്ളി അമൃത വിദ്യാലയത്തിലും കുന്നിക്കോട് APPM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലുമായാണ് ചടങ്ങുകൾ നടന്നത്. കേന്ദ്രമന്ത്രി എൽ മുരുകൻ വിദ്യാലയങ്ങളിലെത്തി വൃക്ഷത്തൈ നട്ടുകൊണ്ട് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണം, സഹജീവി സ്നേഹം, സാമൂഹ്യനീതി, സ്ത്രീ ശാക്തീകരണം തുടങ്ങി മാനവിക ആശയങ്ങൾക്കായി സുഗതകുമാരി വലിയ പങ്കുവഹിച്ചുവെന്നും പ്രകൃതി സംരക്ഷണത്തിനായി സുഗതകുമാരി മുന്നോട്ട് വച്ച ആശയങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളിലൂടെ യാഥാർത്ഥ്യമാകുന്നുവെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Today I am very happy to here with you to participate in the legendary Sugata Kumari Amma's 19th birth anniversary celebrations. We are to tribute her in the every district. They are conducting Sugata Samavanam, Orutai Nada. How a wonderful program they launched. This entire movement, every citizens are participated, and one message given to the society to importance of the tree and the importance of the greenery, clean India, green India. Sugata Kumari Amma contributed to the society towards the environmental as well as the women. She fought for the women's right and women's empowerment. മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ സുഗത സൂക്ഷ്മവനം പദ്ധതിയെ പരിചയപ്പെടുത്തി. വിദ്യാലയങ്ങളിലെത്തിയ കേന്ദ്രമന്ത്രിയെയും മുൻ മിസോറാം ഗവർണറെയും വാദ്യഘോഷങ്ങളോടെയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും സ്വീകരിച്ചത്. ചടങ്ങിൽ MP NK പ്രേമചന്ദ്രൻ വീഡിയോ സന്ദേശം നൽകി. അമൃത CIR വിഭാഗം മേധാവി ബ്രഹ്മചാരി വിശ്വനാഥാമൃത ചൈതന്യ, സ്കൂൾ ഓഫ് സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസ് അസിസ്റ്റന്റ് പ്രൊഫസർ DS ശിവാനന്ദൻ, വിശ്വസംസ്കൃത പ്രതിഷ്ഠാൻ സംസ്ഥാന കാര്യദർശി ശ്രീകുമാർ, കുന്നിക്കോട് സ്കൂൾ മാനേജർ R പത്മഗിരീഷ്, മുൻ MLA അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ തുടങ്ങി മറ്റ് ജനപ്രതിനിധികളും വിവിധ ചടങ്ങുകളിലായി പങ്കെടുത്തു. ജനം, കൊല്ലം.